Voice of Marketing, in touch with positive people. ഞാൻ ചെയ്യുന്നത് വലിയൊരു സർവീസാണ് ഈ സൊസൈറ്റിക്ക്. ആ ഒരു മനോഭാവത്തോടെ ഈ സർവീസിനെ, സഹായത്തെ ഒരു പാഷനാക്കിയെടുത്ത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് സഹായം ചെയ്യുന്ന ഒരു ജോലിയാണ് എൻ്റേത് എന്നുള്ള ഒരു മനോഭാവത്തോടെ ഒരു ജോലിയെ, എല്ലാ ജോലിയെയും അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ ജോലി വളരെ മനോഹരമാകും. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്ന പോലെ, ജോലി പ്രാർത്ഥനയാണ് എന്ന് പറയുന്ന പോലെ, ആ ഒരു അർത്ഥത്തിൻ്റെ മഹനീയതയിലേക്ക് അത് കയറി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് ആ റീറ്റെയിൽ ഷോപ്പിൽ സപ്ലൈ ചെയ്യും. സപ്ലൈ ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം, കംപ്ലൈൻറ്റ് വരാം. ഇതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം. അയാളോടൊപ്പം നിന്നുകൊണ്ട്, റീറ്റെയിലറോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രോബ്ലത്തിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ സാധിക്കണം. ഇതിൻ്റെ ഒരു ഏരിയയിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് എടുക്കുന്ന പ്രോഡക്റ്റുകൾക്ക് റേറ്റ് കുറച്ച്, ആരെങ്കിലും ഇനിയും റേറ്റ് കുറച്ച് തനിക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന രീതിയിൽ റേറ്റ് കുറച്ച് സപ്ലൈ ചെയ്യാൻ ആരെങ്കിലും തയ്യാറായി വരുമോ, വേറെ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുമോ, ഈ സെയിം പ്രോഡക്റ്റ് എനിക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടുമോ, അതിപ്പോഴും ഒരു ഡീലർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശരിയാണോ? ഒരു ഡീലറെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, കസ്റ്റമർക്ക് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഡീലർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനോ വേണ്ടി എപ്പോഴും പ്രൈസ് എല്ലാ ഡീലേഴ്സും പഠിച്ചുകൊണ്ടിരിക്കും, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്ര റേറ്റിനാണ് കമ്പനി സപ്ലൈ ചെയ്യുന്നത്, അതൊരിക്കലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പിൽ പറയില്ലല്ലോ. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഇന്ന് വോയിസ് ഓഫ് മാർക്കറ്റിംഗ് അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ, പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ 16ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോപ്പിൽ, ഒരു റീറ്റെയിൽ ഷോപ്പിൽ അത് അദ്ദേഹത്തിൻ്റെ കൗണ്ടറാണ്. അയാൾക്ക് പറയാൻ സാധിക്കണം, അത് എൻ്റെ കൗണ്ടറാണ്, എൻ്റെ ഷോപ്പാണ് എന്ന് ആത്മവിശ്വാസത്തോടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അത് അയാളുടെയും ഷോപ്പാണ്. കാരണം അയാൾ അവിടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണ്. അയാൾക്ക് ആ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത ശേഷം അയാൾ പേയ്മെൻറ്റും ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം, ആ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിലനിൽപ്പ്, അയാളുടെ ജീവിക്കാനുള്ളൊരു മാർഗം പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കമ്പനി, പിന്നെ അത് വിൽക്കപ്പെടുന്ന ഡീലർ, ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന വ്യക്തികളിലൂടെയാണ് അയാൾ ജീവിക്കുന്നത് തന്നെ. എല്ലാവരെയും, ഒരു ചെറിയ ഡീലറാണെങ്കിലും വലിയ ഡീലറാണെങ്കിലും അവരെ ഒരേ മനസ്സോടെ ഈ ഡിസ്ട്രിബ്യൂട്ടർ പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ പ്രോബ്ലംസ് എന്താണെങ്കിലും ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ പ്രോഡക്റ്റ് കൊടുക്കുക, അതിൻ്റെ കളക്ഷൻ വാങ്ങിച്ചുകൊണ്ട് പോവുക, പ്രോഡക്റ്റ് കൊടുക്കുക, അതിൻ്റെ കളക്ഷൻ മേടിച്ചുകൊണ്ട് പോവുക, വരുന്ന സ്റ്റാഫുകളാണെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് വന്നു, ഈ പ്രോബ്ലം വന്നു, അത് എന്നോട് പറയണ്ട, അത് ഓഫീസിൽ പറഞ്ഞാൽ മതി, ഞാൻ പൈസ മേടിക്കാൻ വന്നതാണ്. ഇതല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ റെസ്പോൺസ്. ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു തൻ്റെ പ്രോഡക്റ്റ് ആ ഷോപ്പിൽ കൊടുത്ത് ഒരു പ്രോബ്ലം ആ ഡീലർ നേരിടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന വ്യക്തി ആരാണോ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്നത്, അയാൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുത്തിരിക്കണം. അപ്പോൾ വളരെ റെസ്പോൺസുള്ള ഒരു വ്യക്തി ആയിരിക്കണം ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കളക്ഷൻ മേടിക്കാൻ പോലും പോകേണ്ടത്. കാരണം ആ റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ആ പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവാണ് വന്നിരിക്കുന്നത്. അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പറയണ്ട, അത് അവിടെ ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അത് ഒരു അനുചിതമായിരിക്കും. ഉറപ്പായിട്ടും
പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടി പോകാതെ ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും, അത് കംപ്ലൈൻ്റ് ആയാലും റീപ്ലേസ്മെൻ്റ് ആയ പ്രശ്നങ്ങളായാലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചാൽ അതൊരു ലോങ് റിലേഷൻ അവർ തമ്മിൽ ഉണ്ടായിരിക്കും. കാരണം ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുത്തിരിക്കണം. പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഏത് രീതിയിലുള്ള പ്രശ്നമായാലും, കംപ്ലൈൻറ്റിൻ്റെ ഇഷ്യൂ ആയാലും, ഒരു പ്രോഡക്റ്റ് ബൈ ഹാൻഡ് വരുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലൈൻ്റ് ആയാലും, ആ പ്രോഡക്റ്റ് എത്തിയ ശേഷം അവർ ആവശ്യപ്പെട്ട ഓർഡർ കൂടുതൽ വന്നാലും അതിൽ കുറവ് വന്നാലും ചോദിച്ച പ്രോഡക്റ്റിന് പകരം വേറെ അയച്ച് അവിടെ കൊടുത്തിട്ട് അത് റിട്ടേൺ എടുക്കേണ്ട കാര്യത്തിലായാലും, പിന്നെ ബില്ലടിച്ചത് മാറിപ്പോയതായാലും, പ്രൈസ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് അല്ലാതെ വേറെ അഡീഷണൽ പ്രൈസ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഇൻക്രീസ് ആയ വിവരം ഡീലറെ അറിയിക്കാതിരിക്കുക. ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രോബ്ലംസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങളിലൂടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സഞ്ചരിച്ചിരിക്കണം. ഡീലറുടെ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഡീലറുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിച്ച് അവിടെ സെറ്റിൽമെൻറ്റ് ചെയ്ത് കൊടുത്താലാണ് നല്ലൊരു റിലേഷൻഷിപ്പ്, ഒരു ലോങ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിക്കുകയുള്ളൂ. മാന്യമായ ലാഭത്തിന് വേണം ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ. അമിതമായ ലാഭത്തിന് ഒരു കാരണവശാലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രോഡക്റ്റ് കൊടുക്കരുത്. കാരണം ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഡക്റ്റ് കൊടുക്കുന്നത് മാന്യമായ ലാഭം കിട്ടണം. അയാൾക്ക് പെട്രോൾ എക്സ്പെൻസ്, സ്റ്റാഫിൻ്റെ എക്സ്പെൻസ്, അയാളുടെ എക്സ്പെൻസ്, ആ ഡിസ്ട്രിബ്യൂട്ടർ എക്സ്പെൻസ്, പിന്നെ ഓഫീസ് മെയിൻ്റനൻസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഫിക്സ് ചെയ്തിരിക്കണം. ഞാൻ റെഡി പേയ്മെൻറ്റിനാണെങ്കിൽ ഇത്ര ഡിസ്കൗണ്ടിൽ കൊടുക്കും, അപ്പോൾ റെഡി ക്യാഷ് എനിക്ക് കിട്ടും. ക്രെഡിറ്റ് ഫെസിലിറ്റിക്കാണെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് സ്ട്രക്ചറാണ് എൻ്റെ. ഇത് രണ്ടും കൃത്യമായിട്ട് ആരെടുത്ത് പറയണം? ഡീലറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമയത്ത് വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ ഇതേ സെയിം പ്രോഡക്റ്റായി ആ ഷോപ്പിൽ കയറി വരുമ്പോൾ അയാൾ കൂടുതൽ ഓഫർ കൊടുത്ത് നിങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. എക്സ് എന്ന് പറഞ്ഞ വേറെ ഡിസ്ട്രിബ്യൂട്ടർ ഇവിടെ വന്നിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് എനിക്ക് ഓഫർ തന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ക്യാഷ് ഡിസ്കൗണ്ടിലാണ്, റെഡി ക്യാഷ് പേയ്മെൻറ്റിലാണ്, ഈ ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്കുണ്ട്. ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിൻ്റെ ഒരു ഡിസ്കൗണ്ട് സ്ട്രക്ചർ ഉണ്ട്. സാറ് 30 ദിവസം 60 ദിവസം ക്രെഡിറ്റിനാണ് പ്രോഡക്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാഷ് ഡിസ്കൗണ്ട് 10% അഡീഷൻ ഉണ്ട്, സാർ അതിനെടുത്താൽ ഈ ഒരു ഓഫറിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു അമിതമായ ഒരു ലാഭം ഫോക്കസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും വിധത്തിൽ കമ്പനി വഴിയോ അല്ലെങ്കിൽ വേറെ അതർ ഡിസ്ട്രിബ്യൂട്ടർ വഴിയോ ഈ സെയിം പ്രോഡക്റ്റ് ആയിട്ടൊരു കോണ്ടാക്റ്റ് ഈ ഡീലർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളായിട്ടുള്ള ഡീലിങ്ങിൽ ഒരു ഇഷ്യൂ വരികയും ഒരു മുഷിപ്പ് വരികയും പിന്നെ ആ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അമിതമായിട്ടാണ് ഒരു സ്ട്രക്ചർ ഡിസ്കൗണ്ട് എടുത്തേ എന്നുള്ളൊരു ഫീല് അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇത്തിരി മോശമാവും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓപ്പണായിട്ട് ഒരു ഡീലറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണായിട്ട് പറയാം, ഇത് എൻ്റെ ഡിസ്കൗണ്ട് സ്ട്രക്ചർ, ഞാൻ ക്യാഷ് ഡിസ്കൗണ്ട് ഇത് കൊടുക്കുന്നു, ക്രെഡിറ്റിന് ഇത് കൊടുക്കുന്നു. ചിലപ്പോൾ ആരെങ്കിലും വന്ന് ഇതിൽ കൂടുതൽ ഓഫർ ഈ കൃത്യമായിട്ട് GST ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തവർ ചിലപ്പോൾ തോന്നിയ വിലയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഈ സ്പെസിഫിക് പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്ത് സാറിന് കൂടുതൽ ഡിസ്കൗണ്ട് തരികയും മറ്റ് പ്രോഡക്റ്റുകൾ അയാൾ തരുമ്പോൾ അതിന് അധിക റൈറ്റ് സാറിന് തന്നിട്ട് ഇതിന് ഈ ഫോക്കസ് പ്രോഡക്റ്റിന് കൂടുതൽ ഡിസ്കൗണ്ട് തരാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം. ഈ കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് പറയണം. ഇത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട്. ആ കാര്യം ഒന്ന് ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഡിസ്കൗണ്ട് സ്ട്രക്ചർ ഇതാണ്, ഇതിന് സാറ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നല്ല സർവീസ്, എൻ്റെ പ്രോഡക്റ്റ് ബേസ് ആയിട്ടുള്ള എൻ്റെ എല്ലാ സർവീസും, കമ്പനിയുടെ എല്ലാ സർവീസും, എൻ്റെ പേഴ്സണൽ സർവീസും തരാൻ തയ്യാറാണ്. കാരണം ഞാൻ പ്രോഡക്റ്റ് ഇത്ര കഷ്ടപ്പെട്ട് ഓരോ ഷോപ്പുകൾ കയറി ഇറങ്ങി പെട്രോൾ എക്സ്പെൻസ് മുടക്കി സ്റ്റാഫുകളെ വെച്ചിട്ട് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ
എല്ലാം GST അതുപോലെയുള്ള എല്ലാം മെയിൻ്റെനൻസ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു പ്രൈസ് താരിഫ് നിന്നാലാണ് സാധിക്കുകയുള്ളൂ. ഇൻ കേസ് നാളെ കഴിഞ്ഞ് വേറെ ഒരാൾ ഇതേ പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവന്നാൽ സാറിന് അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ഉണ്ടാകണം. അങ്ങനെ ഓപ്പൺ മൈൻഡ് സെറ്റിലൂടെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ ഡീലർ നിങ്ങളെ വിട്ട് പോകില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിൻ്റെ ഒരു റീക്യാപ്പ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉറപ്പായിട്ടും ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അത് പഠിച്ച് എന്ത് തരം പ്രശ്നങ്ങളാണെങ്കിലും അതിനൊരു പരിഹാരം നിർദ്ദേശിച്ച് ചേർത്ത് നിർത്താൻ ആ റീറ്റെയിലറെ ആ ഡീലറെ ചേർത്ത് നിർത്താൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ മാന്യമായ വിലയ്ക്ക് മാത്രമേ റീറ്റെയിൽ ഷോപ്പുകാരന് പ്രോഡക്റ്റ് വിൽക്കാവുള്ളൂ. അമിതമായ പ്രൈസിങ്ങിൽ പ്രോഡക്റ്റ് റീറ്റെയിൽ ഷോപ്പുകാരനെ വിറ്റാൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ മാർക്കറ്റിൽ പറ്റില്ല. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യണം? സ്കീമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിക്കൊണ്ട് തന്നെ ആ ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പുകാരന് പ്രോഡക്റ്റ് വിൽക്കണം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തി ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്ന് പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ 16ാമത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓൾ ദ ബെസ്റ്റ്.